ഞാൻ മൊത്തത്തിൽ ചോദിക്കാണ്, നമ്മുടെ ഈ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ ആ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ലോഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ? കാരണം ഉണ്ണി ഓടിക്കുന്ന വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്, പോസ്റ്ററിൽ കാണാൻ പറ്റും. അതിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ? പ്ലീസ് വാച്ച് ദ മൂവി. അത്ര പറയാൻ പറ്റും. അതല്ല നല്ലത്. ഐ മീൻ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു, അത് ശ്രദ്ധിച്ചതെല്ലാം വലിയ കാര്യം. പറഞ്ഞിട്ടില്ല. ബട്ട് ഐ മീൻ ഇറ്റ്സ് ഗുഡ്. So there is something behind it. I think I might know. But don't reveal. I'm not supposed to say a thing regarding the film. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പറയാട്ടോ. You don't tell them. Yeah, we should be telling them. നമ്മളോട് പറയോ പ്ലീസ്? I'll tell day after tomorrow. ഓ സ്മാർട്ട് മൂവ്. നൈസ്. Thank you. I mean, anyways, I mean, in case ചോദ്യങ്ങളുണ്ടോ? ഓക്കെ ചേട്ടാ, മോൻ പറഞ്ഞായിരുന്നു രഞ്ജിത്ത് സാർ ഒരുപാട് ക്ലാസ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് രഞ്ജിത്ത് സാറിന്റെ ആദ്യ സിനിമ തൊട്ട് ലാസ്റ്റ് പുറത്തിറങ്ങിയ 4 year വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് സാറിന്റെ പ്രത്യേകത. അപ്പോൾ ജയ് ഗണേഷിലും അത്തരം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ? കഥയും വളരെ നല്ല കഥയാണ്, ഇവോൾവ് ആയ സ്ക്രിപ്റ്റാണ്. ലൈക്ക് ഞാനും രഞ്ജിത്ത് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഓരോ തവണ വരുമ്പോൾ ഹി വുഡ് സെൻഡ് മീ ദിസ് അപ്ഡേറ്റഡ് വേർഷൻ വിച്ച് ഐ വിൽ റീഡ്. ടെക്നിക്കലി ഞാൻ ഒരു 28 അല്ലെങ്കിൽ 29 വേർഷൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. എവറി ടൈം ഇറ്റ് വാസ് വെരി ഇവോൾവിങ്, പോസിറ്റീവായ സെൻസിൽ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന നല്ല കഥയായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ആ കോൺഫിഡൻസ് തന്നെ. ഒരാൾക്ക് എൻഗേജിങ് ആയ സ്ക്രീൻ പ്ലേ ആണ്. ആൻഡ് നായകന് മാത്രമല്ല, ഇതിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു റെലവൻസ് ഉണ്ട് സിനിമയിൽ. സോ വിച്ച് ഈസ് ഹിസ് കീ റൈറ്റിംഗ് സ്ട്രെങ്ത് ഞാൻ വിശ്വസിക്കുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. നല്ല സിനിമയാണ്. ഞാൻ ഇതിന്റെ ട്രെയിലർ റിലീസായപ്പോൾ വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നോട്ട് ജസ്റ്റ് ഫ്രം മലയാളീസ് ബട്ട് ഫ്രോം പീപ്പിൾ ഇൻ അതർ സ്റ്റേറ്റ്. ഉണ്ണിയുടെ കുറേ ഫാൻസ് ഉണ്ട് അതർ സ്റ്റേറ്റ്സിൽ. സോ ദേ വർ ഓൾസോ ലൈക്ക്, if I am not wrong, I think people who can relate to this character from the trailer, അവര് ഭയങ്കരമായിട്ട് ഇതൊന്ന് ഹിന്ദിയിൽ അല്ലെങ്കിൽ തെലുഗു കന്നഡയിലൊക്കെ ഡബ് ചെയ്യോ എന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഹവ് നോട്ടീസ്ഡ്, ഹൗ ഡു ഫീൽ അബൌട്ട് ഇറ്റ്? ആ ഒരു ഇത് വെരി പോസിറ്റീവ്. പക്ഷേ ഞങ്ങളിത് മലയാളം സിനിമയായിട്ട് തന്നെയാണ് പുറത്ത് റിലീസ് ചെയ്യുന്നത്. ഗോട്ട് ലോട്ട് ഓഫ് എൻക്വയറീസ് എനിക്ക് പറഞ്ഞ പോലെ തന്നെ. ബട്ട് സമയമാണെന്നുള്ള മീ ത്രിൽഡ് ഇതിൻ്റെ ഒരു എസെൻസ് ചിലപ്പോൾ ഡബ് ചെയ്ത് വരുമ്പോൾ അത്രയും ഉണ്ടാവില്ല. നോട്ട് എവറി ഫിലിം ക്യാൻ ബി ഡബ്ഡ് എന്ന് ഞാൻ I strongly believe that. സോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സമ്മേളനങ്ങളിലെ ഡയലോഗ്സിലും ഇപ്പൊ മഹിമയുടെ ക്യാരക്ടറിന്റെ സിലക്ഷൻ വാസ് പ്രൈമർലി ഓൺ ഡയലോഗ് ഡെലിവറി. ദാറ്റ് ഈസ് ഇങ്ങനെ പറയണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഈ സിനിമ മലയാളം സിനിമയായിട്ട് തന്നെ ട്രാവൽ ചെയ്യട്ടെ. ലേറ്റർ ഓൺ അത് എനിക്കൊന്ന് റീമേക്കിന്റെ സാധ്യതകൾ കൂടുതലാണ്. സോ വി ഓൾറെഡി ഗോട്ട് എൻക്വയറീസ് അബൌട്ട് റീമേക്സ്. അപ്പോൾ ഇതൊന്ന് റിലീസായതിനു ശേഷം മേ ബി വിൽ എക്സ്റ്റെൻഡ് ടു ദാറ്റ്. Should be natural. Correct. So do you want it to be dubbed in other language like Hindi? Yeah, we'll dub it, but not straight away. Like Not now. After, like, Yeah, after the success party, yes. 100 days celebration എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് dub ചെയ്യാം. Nice. ഇത് he gives like ഭയങ്കര honest ആയിട്ടുള്ള റിവ്യൂ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ കെയർഫുൾ, എന്താ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്താൽ അത് പറയും, ഒന്നും മറച്ചു വെക്കൂല. ഓൾസോ there was a comment ഞാൻ ഇതില് ട്രെയിലറിൽ നോട്ടീസ് ചെയ്താണ്. അത് ലൈക്ക് ലോട്ട് ഓഫ് പോസിറ്റീവ് കോമെന്റ്സ്. അതിൽ സ്ട്രൈക്ക് ചെയ്ത 1-2 കോമെന്റ്സ് ഉണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ യുവർ ലൈവ് റിയാക്ഷൻ ഓർ റിപ്ലൈ ടു ഇറ്റ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. For me? Yeah. Unni Mukundan, the lone wolf of Malayalam cinema with a fire emoji. I'm the lone wolf? Yeah. It's okay. You know, that's what they feel. Yeah. പക്ഷേ in a very positive way. I understand. How do you see it? You feel Yeah, how do you react? You feel good. I feel good about it. I mean, if they feel... Yeah. But അത് അങ്ങനെ ഉണ്ടോ? Do you have your public opinion അല്ല, they would have felt എൻ്റെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ what I would do, maybe the entire vibe of it. They feel so, it's good. പോസിറ്റീവ് ആണില്ല. I think I just felt it's very... Thank you for the kind words. And there's one more. ഇത് കുറച്ച് ഓക്കെ, നമ്മൾ യൂഷ്വലി എന്തെങ്കിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവില്ല, എന്തെങ്കിലും ഒരു, സോ അതുപോലത്തെ ഒരു കോമെന്റ് ആണ്. പേര് അല്ല, ഞാൻ മുൻകൂർ ജാമ്യം എടുത്ത പേര് കേട്ട് നെഗറ്റീവ് പറയാൻ വന്നതാണ്, പക്ഷെ ട്രെയിലർ കണ്ട് ഫാനായി പോയി. Oh, nice. അങ്ങനെ ഒരു കോമെന്റ്.
ഇങ്ങനെ കുറേ കോമന്റ്സ് ഉണ്ടായിരുന്നു അടിയിൽ. ഇതൊക്കെ ചെറുത്. ഞാൻ നല്ലത് നോക്കിയിട്ട് ആക്ച്വലി ഇതിന്റെ ഒരു ഞാൻ ഈ ഒരു പ്രോസസ്സിന്റെ എക്സ്ട്രീം കണ്ട ആളാണ്.